പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിലേക്കും നടന്നു പോകാറുണ്ട്. നമ്മൾ വഴിയാത്രക്കാരാകാറുണ്ട്. എന്നാൽ വഴിയിലൂടെ പോകുമ്പോൾ ഒരുപാട് മര്യാദകൾ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യമാണ്. അഫ്ളൽ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ ഏറ്റവും ഈമാനു ബിളുഉം വസബൂന ശുഅബ, 70 ചില്ലാനം ശാഖകളാണ് ഈമാനി എന്ന് പറഞ്ഞ് അതിലേറ്റവും താഴെ പറഞ്ഞത് അംതിൽ അദാ അനിത്തരീഖി ഫൈനഹുലു സദഖ, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കുക എന്ന്. അപ്പം നമ്മളൊരു വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ വല്ല മുള്ളോ കല്ലോ എന്തെങ്കിലും വഴിയിലുണ്ടെങ്കിൽ നമ്മളത് നീക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വഴിയിലേക്ക് പോകുമ്പോൾ ഉപദ്രവം ഉണ്ടാകുന്ന യാതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഉപദ്രവം നമ്മൾ ഉണ്ടാക്കാനും പാടില്ല. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടോ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടോ വഴിയിലൂടെ നടക്കരുത്, വഴിയിൽ ഇരിക്കരുത്. അത് വെറുതെ വഴിയിലിരുന്ന് അതുപോലെ തന്നെ വഴിയിൽ കിടക്കരുത്. ഇതൊക്കെ ഇസ്ലാമിക നിയമങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ വഴിയിൽ കാണുകയാണെങ്കിൽ, തെറ്റ് കാണുമെങ്കിൽ അത് ഉപദേശിക്കണം എന്നാണ്. അവിടെ തിന്മ കാണുകയാണെങ്കിലും ഇത് ഉപദേശിക്കണം എന്നുള്ളതും വഴിയിൽ കൂടെ നടക്കുമ്പോഴുള്ള മര്യാദകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഉപദ്രവം ഉണ്ടാകാതിരിക്കുക, തെറി പറഞ്ഞ് നടക്കാതിരിക്കുക, വേണ്ടാത്തത് പറഞ്ഞ് നടക്കാതിരിക്കുക. അതേസമയം നമ്മൾ അതുപോലെ തന്നെ പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് നടക്കാതിരിക്കുക. പുരുഷന്മാർ ഒരു ഭാഗത്തും സ്ത്രീകൾ ഒരു ഭാഗത്തും. സഹാബി വനിത സഞ്ചരിച്ചിരുന്നത് ഹദീസിൽ പറയുന്നുണ്ട്. അവർ അരുവിലോട് നടന്ന് അവർ മതിലിൽ ഒട്ടിപ്പിടിക്കുമായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ കൊളുത്തി വലിക്കുമായിരുന്നു. അത്രക്കും ചേർന്നുകൊണ്ട് പുരുഷന്മാരിൽ നിന്നും അകന്നുകൊണ്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ സഞ്ചാരം എന്താണ്? സ്കൂളിലും അതുപോലെ തന്നെ യാത്രയിലും ടൂറിലുമൊക്കെ കുട്ടികൾ മിങ്കിള് ചെയ്തുകൊണ്ട് കല്യാണത്തിലും കൂടെ ചാടിക്കളിക്കൽ, ഇതൊക്കെ നമ്മൾ ഇസ്ലാമിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയുണ്ട്. അപ്പോൾ ഇന്ന് ആ ഇടകലർന്നതും വഴിയിലൂടെ സഞ്ചരിക്കുന്നതും വഴിയിലൂടെ ഉപദ്രവങ്ങൾ നീക്കുന്നതും ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇസ്ലാമിക പ്രബോധകരാകുമ്പോൾ ഇത് നിസ്സാരമാണെന്ന് തോന്നി വഴിയിലൂടെ എങ്ങനെയെങ്കിലും നടക്കാമല്ലോ. വലാ തംശി ഫിൽ അർളി മറഹാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അഹങ്കരിച്ചുകൊണ്ട് വഴിയിലൂടെ നടക്കരുത്. അപ്പോൾ നടക്കുന്ന മര്യാദകൾ ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഈ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.